എല്ലാവർക്കും നമസ്തേ. അങ്ങനെ ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലവും പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. ഇന്നലെ മാളികപ്പുറത്ത് നടന്ന ഗുരുതി തുടർന്ന് ഇന്ന് പുലർച്ചെ പന്തളം രാജപ്രതിനിധി ഭഗവാന്റെ സന്നിധിയിലെത്തി ശ്രീകോവിലിനുള്ളിൽ കയറി ഭഗവാനുമായിട്ട് സംസാരിച്ച് ഭഗവാൻ ഭസ്മാഭിഷിക്തനായി ധ്യാനത്തിലേക്ക് പോകുന്നു എന്നാണ് നമ്മുടെ എല്ലാം വിശ്വാസം. അതാണ് ഈ തീർത്ഥാടന കാലത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ. തുടർന്ന് തിരുവാഭരണങ്ങളുമായി ഘോഷയാത്രാ സംഘം പന്തളത്തേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരുണത്തിൽ ഈ തീർത്ഥാടന കാലത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. എത്രമാത്രം ആചാരലംഘനങ്ങളാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നതും വളരെ പ്രധാനമാണ്. അതിനായിട്ട് മകരവിളക്ക് ദിവസം ജനം TV സംപ്രേഷണം ചെയ്ത ലൈവിൻ്റെ ഒരല്പ ഭാഗങ്ങൾ അവരുടെ അനുവാദമില്ലാതെ തന്നെ, ഇത് നമ്മൾ ഭക്തരെല്ലാം അറിയേണ്ട കാര്യമായതുകൊണ്ട് അവരുടെ അനുവാദമില്ലാതെ തന്നെ ഞാൻ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുകയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കാണുകയും കൂടി ചെയ്യണം. നിവാരണ പേടകം ചെറുത്തിലേറ്റി 18-ാം പടി കയറാൻ ഭാഗ്യം ലഭിച്ചത് കുളത്തിനാൽ ഉണ്ണികൃഷ്ണനായിരുന്നു. ഇത്തവണയും അദ്ദേഹത്തിന് തന്നെ ആ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അച്ഛനാണ് കുളത്തിനാൽ ചെങ്കാവിനുള്ള വലിയ ഗുരുസ്വാമി. അദ്ദേഹം ഇന്ന് സന്നിധാനത്തേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹം അവിടെ യാത്ര തുടങ്ങുമ്പോൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. നിമിഷങ്ങളുടെ കാത്തിരിപ്പ് അതിന്റെ പാരമ്യതയിലേക്ക് എത്തിയിരിക്കുന്നു. നിവാരണ പേടകങ്ങൾ അങ്ങനെ അനന്ത. ഈ വീഡിയോയിൽ എന്താണ് കാണുന്നത്? 50-ലേറെ ആൾക്കാർ, പോലീസുകാരുൾപ്പെടെ, പോലീസ് യൂണിഫോം ധരിച്ചിട്ടുള്ളവരുൾപ്പെടെ 50-ലേറെ ആൾക്കാരാണ് ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി കയറുന്നത്. ഇത് ശരിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത് അനുവദിക്കാവുന്ന കാര്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ 18-ാം പടി കെട്ടില്ലാതെ 18-ാം പടി ചവിട്ടാൻ ആർക്കൊക്കെയാണ് അധികാരമുള്ളത്? 2018 വത്സൻ തില്ലങ്കേരി കെട്ടില്ലാതെ 18-ാം പടി ചവിട്ടി എന്ന് ഒരു സംഭവം ഉണ്ടാവുകയും അത് വിവാദമാവുകയും ചെയ്തതാണ്. അന്ന് ശബരിമല തന്ത്രിമാരിൽ ഒരാളായ ശ്രീ രാജീവ് കണ്ഠരർ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞത്, ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി കയറുവാൻ 3 കൂട്ടർക്കാണ് അവകാശമുള്ളത്. ആചാരപരമായിട്ടും അവരെ ചവിട്ടാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. അതായത് പന്തളം രാജകുടുംബാംഗങ്ങൾ, ശബരിമല തന്ത്രി, മേൽശാന്തി, ഇവരല്ലാതെ ആരും 18-ാം പടി ചവിട്ടാൻ പാടില്ല കെട്ടില്ലാതെ എന്നാണ് അന്ന് കണ്ഠര രാജീവ് 2018 പറഞ്ഞത്. അപ്പം അതിൻ്റെ അർത്ഥം അല്ലാതെ ആരും 18-ാം പടി ചവിട്ടിയാലും അത് ആചാരലംഘനമാണെന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഇതും പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ചവിട്ടിയിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയകൾ ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുക, ദിവസവും ഇഷ്ടമുള്ളവരെല്ലാം 18-ാം പടി ചവിട്ടുക, കെട്ടില്ല, അത് ആചാരം ലംഘിച്ച് 18-ാം പടി ചാടി കയറുക, എന്നിട്ട് അങ്ങോട്ടൊരു പരിഹാരക്രിയ നടത്തിയാൽ മതിയോ? അതാണോ അതിൻ്റെ ന്യായം? നമ്മൾ ചെയ്യേണ്ടത് ആചാരങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ പറഞ്ഞു വന്നത്, ഈ വീഡിയോ നിങ്ങൾ കണ്ടു, 50-ലേറെ ആൾക്കാരാണ് കെട്ടില്ലാതെ 18-ാം പടി ചവിട്ടിയത്. ഇത് നമ്മൾ അനുവദിക്കാൻ പാടുള്ള കാര്യമല്ല ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കാരണം ഈ ക്ഷേത്രങ്ങളിൽ ആചാരങ്ങൾ നമ്മൾ പാലിക്കാനുള്ളതാണ്. അല്ലാതെ ലംഘിച്ചിട്ട് ഈ പരിഹാരം ക്രിയകൾ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അക്കണക്കിന് ഈ തന്ത്രി തന്നെ പിന്നീട് പറയുമല്ലോ, കുഴപ്പമില്ല, യുവതികൾ കയറിക്കോട്ടെ, യുവതികൾ എത്ര വേണേലും കയറി അതിനുശേഷം പരിഹാരക്രിയകൾ നടത്തിയാൽ മതിയെന്ന് ഈ തന്ത്രി തന്നെ പറയുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ അത് ശരിയാണെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? കാരണം ഈ തന്ത്രിക്കും അവരുടെ ചില താല്പര്യങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കോണം. അത്ര ഈ ഭഗവാന്റെ ആചാരങ്ങൾ പാലിക്കണമെന്നൊന്നും അത്ര വലിയ നിർബന്ധം ഈ തന്ത്രിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതേപോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ കെട്ടില്ലാതെ ഈ 3 കൂട്ടർക്ക് കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ തന്ത്രി
അദ്ദേഹമാണ് ഈ കെട്ടില്ലാതെ ഇത്രയും പേർക്ക് ശബരിമല കയറാൻ വേണ്ടിയുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത്. ആ വീഡിയോയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടു കാണും. ശ്രീകോവിലിൻ്റെ അവിടെ വെച്ച് ഒരു ഭസ്മക്കുറി അങ്ങോട്ട് തൊടിയിക്കുക, എന്നിട്ടൊരു അവരുടെ കഴുത്തേലോട്ടൊരു മാല ഇടുക, എന്നിട്ട് പറയുന്നതെന്നറിയോ, ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി ചവിട്ടാൻ ഉള്ള അനുവാദമാണിതെന്ന്. ഒരു ഭസ്മക്കുറി ഒരു മാല, തന്ത്രിയുടെ ഒരു ഭസ്മക്കുറി ഒരു മാലയുണ്ടെന്നുണ്ട്, ആർക്കും ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി ചവിട്ടാമെന്നാണ് അദ്ദേഹം പറഞ്ഞു കാണിച്ചു തന്നിരിക്കുന്നത്. അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത്രയും പോലീസുകാർ 18-ാം പടി ചവിട്ടേണ്ട ആവശ്യമുണ്ടോ? ഇവിടുന്ന് പന്തളത്തുനിന്ന് തിരുവാഭരണം കൊണ്ടുപോകുന്ന സ്വാമിമാർ പോലും ഇരുമുടിക്കെട്ട് നിറച്ചാണ് അവർ കൊണ്ടുപോകുന്നത്. അവർ തിരുവാഭരണം പിന്നെ വാഹക സംഘമാണ്, ഞങ്ങളാണ് തിരുവാഭരണം ശിരസിലേറ്റി ശബരിമല കൊണ്ടുപോകുന്നത് എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് അവർ ഇരുമുടിക്കെട്ടില്ലാതെ ആരും ശബരിമല പോകുന്നത്. ഈ തിരുവാഭരണം എടുത്ത് പോകുന്ന ആൾക്കാർ പന്തളത്തുനിന്ന് തിരുവാഭരണ വാഹക അംഗങ്ങളായിട്ട് പോകുന്ന ഒരൊറ്റ മനുഷ്യരും ഇരുമുടിക്കെട്ടില്ലാതെ ശബരിമല പോകുന്നില്ല. അവരെല്ലാം ആചാരപ്രകാരം കെട്ടുമുറുക്കിയാണ് പോകുന്നത്. മറ്റു പല കാര്യങ്ങളിൽ നമുക്കതിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം ഇവരുടെ ആ ഒരു നിലപാടുകളിൽ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവർ പോലും ഇരുമുടിക്കെട്ട് നിറച്ചാണ് ശബരിമല പോകുന്നതും 18-ാം പടി ചവിട്ടുന്നതും. ഭഗവാന്റെ തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്നവർ പോലും കെട്ടില്ലാതെ 18-ാം പടി കയറുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ പോലീസുകാരും ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ എന്നേ അവരെ പറയാക്കത്തുള്ളൂ. ഈ ശബരിമല സർക്കാർ അമ്പലമാണ്. അപ്പോൾ അവർ എന്ത് തോന്നിവാസത്തിനും അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് തന്ത്രി കൂട്ടി നിൽക്കുന്നതായിട്ട് നമുക്കിത് കരുതാകത്തുള്ളൂ. അത് പോട്ടെ, ഇത് ശരിയായിട്ടുള്ള കാര്യമാണോ? തിരുവാഭരണത്തിൻ്റെ കൂടെ പോകുന്ന സ്വാമിമാർ പോലും, തിരുവാഭരണം വഹിച്ചുകൊണ്ട് പോകുന്ന സ്വാമിമാർ പോലും ആചാരം പാലിച്ചുകൊണ്ട് ഇരുമുടിക്കെട്ടുമേന്തി 18-ാം പടി കയറുമ്പോൾ ഈ പോലീസുകാർക്കൊക്കെ എന്താണ് അധികാരം? ഈ 18-ാം പടി ചവിട്ടാൻ, കെട്ടില്ലാതെ 18-ാം പടി ചവിട്ടാൻ അവർക്ക് എന്ത് അധികാരത്തിൻ്റെ പുറത്താണ് ഈ തന്ത്രി ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത്? തന്ത്രിയുടെ മാലയുണ്ട്. നാളെ കുറേ യുവതികളെ കൊണ്ട് ചേർത്തിട്ട് തന്ത്രി ഒരു കുറിയും തൊടിയിച്ച് മാല ഇട്ടാൽ മതിയല്ലോ, അവർക്കെല്ലാം അത് 18-ാം പടി ചവിട്ടാമല്ലോ. എന്നിട്ട് പരിഹാരക്രിയ നടത്തത്തില്ല ഇവർ. 18-ാം പടി ചവിട്ടി തന്ത്രിയുടെ ഒരു ഭസ്മക്കുറിയും മാലയും ഇട്ട് കഴിഞ്ഞാൽ ആരും ഒരു പരിഹാരക്രിയകളും നടത്തുന്നില്ല. കാരണം തന്ത്രി അനുവദിച്ചില്ലേ. തന്ത്രി അയ്യപ്പനെക്കാട്ടി വലിയ ആളാണോ തന്ത്രി? അവർക്ക് അവകാശങ്ങൾ ഉണ്ട്, പക്ഷെ ആചാരങ്ങൾ പാലിക്കാൻ വേണ്ടി ഉള്ള അധികാരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും ഇത് നമുക്ക് ന്യായമായിട്ട് ചിന്തിച്ചാൽ ഇതൊന്നും അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മൾ വിശ്വാസികൾ ഇതിനെതിരെ ശക്തമായ നിലപാടുകളെടുത്ത് കഴിയൂ. അതിന് ആദ്യം വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളെയൊക്കെ സർക്കാരിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ്. വിശ്വാസികൾ ഭരിക്കട്ടെ ക്ഷേത്രങ്ങൾ, അവിടുത്തെ ആചാരങ്ങളെക്കുറിച്ചും വിശ്വാസികൾ തീരുമാനിക്കട്ടെ, അവിടെ എന്തൊക്കെ നടക്കണം എന്നുള്ള കാര്യം വിശ്വാസികൾ തീരുമാനിക്കട്ടെ. ഇത് ഉള്ള ക്ഷേത്രങ്ങളെല്ലാം സർക്കാർ പിടിച്ചെടുത്തിട്ട് സർക്കാരിന് അതിനകത്തിലെ കുറേ സർക്കാരിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പെട്ട കുറേ നേതാക്കന്മാർക്ക് കുറേ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഈ ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്നു, ഈ ഇതേപോലുള്ള ബോർഡിൻ്റെ കീഴിലുള്ള. അതുകൊണ്ടാണല്ലോ അവർ ഈ നല്ല വരുമാനമുള്ള ക്ഷേത്രങ്ങളെല്ലാം പോലീസിനെ ഉപയോഗിച്ചൊക്കെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ തന്നെ അടുത്ത സമയത്ത് കണ്ടതാണ്, നാട്ടുകാരെല്ലാം കൂടെ ഈ എന്തോ പറയുന്നത്, വളരെ നാശോന്മുഖമായി കിടന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. അത് നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് അവർ ധനം സമാഹരിച്ച് ആ ക്ഷേത്രം പുനരുദ്ധരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ക്ഷേത്രത്തിന് വരുമാനമായപ്പം ഈ സർക്കാർ എന്താണ് കാണിച്ചത്? ഈ വിശ്വാസമില്ലെന്ന് പറയുന്ന ഈ ക്ഷേത്രങ്ങൾ നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുന്നു പറയുന്ന ഈ പാർട്ടി ഭരിക്കുന്ന പിണറായിയുടെ ഭരണ സമയത്താണ് ആ ഗുരുവായൂരിലുള്ള ഈ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം രായിക്ക് രാമാനം പോലീസിനെ വിട്ട് പിന്നെ അന്തരീക്ഷം സൃഷ്ടിച്ച് അത് പിടിച്ചടക്കിയത്.
അപ്പോൾ അതിൽ നിന്ന് തന്നെ അർത്ഥം എന്താണ്? ഈ സർക്കാർ ക്ഷേത്രങ്ങൾ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പിടിച്ചടക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? അവിടുത്തെ സമ്പത്ത് ഇവരുടെ പാർട്ടിക്കാർക്ക് കൊള്ളയടിക്കുക എന്നുള്ള ഒറ്റ ഒരു ഉദ്ദേശം തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ദൈവമില്ല, ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം കുറയുമെന്ന് പറയുന്ന പാർട്ടി എന്തിന് ഈ ക്ഷേത്രം പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു? പാർട്ടിക്കാരെ വെച്ച് ഇപ്പോൾ അവരുടെ തീരുമാനമാണ് ഉപദേശക സമിതികളിലെല്ലാം, സർക്കാർ ക്ഷേത്രങ്ങളിലെ ഉപദേശക സമിതികളിലെല്ലാം കയറി പറ്റണം. ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ ശബരിമല മകരവിളക്കിന് കണ്ടതാ, ഒരു മന്ത്രി വന്ന്, ദേവസ്വം മന്ത്രിയാണ്, അതിനകത്ത് വന്ന് ഏതാണ്ട് ഇല്ലേ ഈ നമ്മൾ മനുഷ്യർ കാഴ്ചബംഗ്ലാവിൽ പോയി കഴിഞ്ഞാൽ ഈ ഓരോ കണ്ടിട്ടില്ലാത്ത ജീവികളെ കാണുമ്പോൾ ഇത് ഇങ്ങനെ നോക്കി നിൽക്കുമല്ലോ. പിന്നെ ഈ ചിലർ കാണാം കൂട്ടിലോട്ടൊക്കെ നോക്കിയിട്ട് ഈ വാനരന്മാരെയൊക്കെ ഇങ്ങനെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നു. ഈ രീതിയിലാണ് ആ മന്ത്രി വന്ന് ശ്രീകോവിലിൻ്റെ മുന്നിൽ വന്ന് അങ്ങോട്ട് എത്തി നോക്കുന്നു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, ഇളിച്ച് കാണിക്കുന്നു. ഇവർക്കൊക്കെ വിശ്വാസമില്ലാത്ത ഇവരൊക്കെ എന്തിന് ഈ ക്ഷേത്രങ്ങൾ പിടിച്ചടക്കണം? ഈ ക്ഷേത്രം വിശ്വാസികൾക്ക് വിട്ടു കൊടുക്കുക. ഇതുപോലുള്ള വിദ്വാന്മാർ വന്ന് ശ്രീകോവിലിന് മുന്നിൽ ലക്ഷക്കണക്കിന് വന്നിരിക്കുന്ന ഭക്തന്മാരെ ഇളിച്ച് കാണിക്കുന്നത് കാണാനാണ് നമ്മൾ ഈ ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക, വിശ്വാസികൾ ക്ഷേത്രം ഭരിക്കട്ടെ. ആ രീതിയിലേക്ക് നമ്മുടെ ഈ സമൂഹം മാറണം. ഇല്ലെങ്കിൽ വളരെ കഷ്ടമാണ് ഈ നമ്മുടെ ഹിന്ദുധർമ്മത്തിൽ നമ്മുടെ ആരാധനാലയങ്ങളുടെയൊക്കെ അവസ്ഥ. ഇത് മാറ്റിയെടുത്തേ പറ്റൂ. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങൾ സർക്കാരിൽ നിന്നും മോചിപ്പിക്കുക. ഇതുപോലുള്ള ഈ ക്ഷുദ്രജീവികൾ ക്ഷേത്രഭരണത്തിൽ കടന്നുകൂടാതിരിക്കാൻ വേണ്ടി നിയമം മൂലം നമ്മുടെ ഈ പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവന്നിട്ട് നിയമം മൂലം ക്ഷേത്രങ്ങൾ സർക്കാരുകളിൽ നിന്നും മോചിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ക്ഷേത്രങ്ങളിലെ ആചാരലംഘനങ്ങൾ, ഇതേപോലെ തന്ത്രിമാരെന്ന് പറഞ്ഞൊരു വിഭാഗം, അവർക്ക് എന്തും ആകാം എന്നുള്ള രീതിയിൽ ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ഈ തന്നിഷ്ടപ്രകാരം ആചാരങ്ങൾ മാറ്റാനും ആചാരങ്ങൾ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ആ ഒരു അവസ്ഥ മാറ്റിയെടുത്തേ കഴിയൂ. അത് ഹിന്ദു സമൂഹം, വിശ്വാസികളായിട്ടുള്ള ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് ക്ഷേത്രങ്ങളെ അതിൻ്റെ ആചാരങ്ങൾ നിലനിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക. പിന്നെ ഇപ്പം അടുത്ത കാലത്ത് ഒരു പറയാൻ തന്നെ വിഷമമുള്ള കാര്യമാണ്. ഇപ്പോൾ അടുത്ത ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്, ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് കയറാൻ അനുവദിക്കണമെന്നും പറഞ്ഞിട്ട് ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ ലക്ഷ്യവും മറ്റൊന്നുമല്ല. അതിൻ്റെ പ്രധാനി നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമത്തിനെ കുറിച്ച് പറയാം. ആ മാധ്യമം എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിനെ ഏറ്റവും കൂടുതൽ ഇല്ലായ്മ ചെയ്യണമെന്ന് വേണ്ടി നടക്കുന്ന, ആചാരങ്ങൾക്കെതിരെ ക്ഷേത്രങ്ങളെ തകർക്കാനും ഹിന്ദു സമൂഹത്തിനെ തന്നെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മാധ്യമത്തിൻ്റെ ആ മാധ്യമം സാധാരണക്കാരൻ്റെ എല്ലാം ഏക ഇതാണെന്നൊക്കെ പറഞ്ഞ് അതിനെ പ്രകീർത്തിച്ച ഒരു പ്രസ്ഥാനം, ലോകം മൊത്തം ഭീകരവാദം വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ മാധ്യമം, അതാണ് ഏറ്റവും വളരെ മഹത്തരം എന്ന് പറഞ്ഞ ഒരു കക്ഷിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അപ്പം ഈ സർക്കാർ സ്ഥാപനമായ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലേക്ക്, അതായത് സർക്കാർ ക്ഷേത്രങ്ങളുടെ എല്ലാം ആസ്ഥാനത്തേക്ക് ഈ പറയുന്ന ആളുടെ നേതൃത്വത്തിലൊരു പദയാത്രയോ ഏതാണ്ടൊക്കെ നടത്തി, അവിടെ ധർണ ഏതാണ്ടൊക്കെ നടത്തി, ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ടുകൊണ്ട് കയറണമെന്നൊക്കെ പറഞ്ഞ്. ഷർട്ടിട്ടുകൊണ്ട് കയറട്ടെ, പക്ഷെ അതിനെന്തോ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് ചെയ്യണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? ആർക്കും ഒരു പ്രശ്നമില്ലാത്ത ഒരു ആചാരം അത് മാറ്റി വെക്കണമെന്ന് പറഞ്ഞ് ചില വിദ്വാൻമാരിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നാളെ ഈ ഷർട്ടിട്ടുകൊണ്ട് ഇത് ചെയ്യണമെന്നും പറഞ്ഞ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് പദയാത്രയോ ഒക്കെ നടത്തിയ ആൾക്കാർ നാളെ ഇനിയും ഇറങ്ങും. ക്ഷേത്രങ്ങളിൽ ഇനിയും ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ അനുവദിക്കണം. കാരണം അതിനകത്ത് കയറി കഴിഞ്ഞാൽ കാലിൻ്റെ വെള്ളയെല്ലാം അഴുക്ക് പറ്റുമല്ലോ, അത് പാടില്ല. അതുകൊണ്ട് ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ ഞങ്ങൾക്ക് അനുവാദം തരണം, അതിന് ഉള്ള നടപടികൾ ദേവസ്വം ബോർഡ് എടുക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ പദയാത്ര നടത്തി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിഭാഗം ഇറങ്ങത്തില്ലെന്ന് എങ്ങനെയാണ് നമ്മൾ കരുതുക? തീർച്ചയായിട്ടും അവരിറങ്ങും.
ഇത് കഴിയുമ്പോൾ അടുത്ത ഇത് ക്ഷേത്രങ്ങളിൽ ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ, ക്ഷേത്രങ്ങൾക്കുള്ളിൽ ചെരുപ്പിട്ടുകൊണ്ട് കയറാനുള്ള അനുവാദം ഞങ്ങൾക്ക് തരണം. അല്ലെന്നുണ്ടെങ്കിൽ അവർ പറയും മേൽശാന്തി ശ്രീകോവിലിനകത്ത് പൂജിക്കാൻ കയറുന്നത് ചെരുപ്പിട്ടുകൊണ്ട് വേണം കയറാൻ. അതിനകത്ത് നിന്ന് മേൽശാന്തി ഇറങ്ങി വരുമ്പോൾ പുള്ളിയുടെ കാലയിൽ പറ്റിയ ശ്രീകോവിലിനകത്തെ അഴുക്കുകളൊക്കെ വെളി വരും. ഞങ്ങൾ അതിലെ കൂടെ നടന്നു പോകുമ്പോൾ ഞങ്ങളുടെ കാലയെ പറ്റി, അതുകൊണ്ട് മേൽശാന്തി ചെരുപ്പിട്ടുകൊണ്ട് വേണം പൂജിക്കാൻ അകത്ത് കയറാനെന്ന് വരെ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കിയ ഷർട്ട് വിവാദം ഉണ്ടാക്കിയ കക്ഷികൾ നാളെ ഉന്നയിക്കും. അതേപോലെ നമ്മുടെ ഈ സമൂഹത്തിനെ, നമ്മുടെ ആചാരങ്ങളെ നശിപ്പിക്കാൻ ബോധപൂർവം ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു നമ്മുടെ ഹിന്ദുവിരുദ്ധ അതേ രാജ്യവിരുദ്ധതയും ഹിന്ദുവിരുദ്ധതയും ഹിന്ദു സമൂഹത്തിനെ മൊത്തം മതം മാറ്റി അവരുടെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ആ സംഘടനയുടെ ഈ മാധ്യമ വിഭാഗത്തിനെ പ്രകീർത്തിച്ച ഈ കക്ഷി, ഷർട്ട് വിവാദം ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഈ കക്ഷി നാളെ ഇത് ചെയ്യത്തില്ലെന്നുള്ളതിന് എന്താണ് തെളിവ്? എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക? അവരൊക്കെ ഈ രീതിയിൽ എങ്ങനെയും ഈ ധർമ്മത്തിനെ നശിപ്പിച്ചാൽ അതിനൊരു ഈ മറയായിട്ട് അവർ ചില വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ ആ ധരിക്കുന്ന വസ്ത്രത്തോടുള്ള ആത്മാർത്ഥത കൊണ്ടൊന്നുമല്ല ഇവരൊന്നും ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നത്. ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചാൽ അത് ഇവരുടെ ഉള്ളിലുള്ള പലതിന് ഒരു മറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു മേലങ്കിയായിട്ടാണ് ഇവരൊക്കെ ഇത് കൊണ്ട് നടക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട യഥാർത്ഥ ഹിന്ദുമത വിശ്വാസികൾ, അത് ഏത് ജാതിയാകട്ടെ, ഏത് ഏത് വിശ്വാസധാരയാകട്ടെ, ഹിന്ദു സനാതന ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ മനുഷ്യരും ചെയ്യേണ്ടത് ഇത്തരക്കാരെ നമ്മൾ തുറന്നു കാട്ടുക, ഇത്തരക്കാരുടെ ഇത്തരം വിധ്വംസക, അതായത് നമ്മുടെ സംസ്കാരത്തെ, ധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനൊക്കെയുള്ള ഏക ഒരു പോംവഴി, ഒരു പരിഹാരം. അതിനായിട്ട് നമ്മൾ യഥാർത്ഥ വിശ്വാസികൾ ശ്രമിക്കുക, പ്രവർത്തിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഇത്തരുണത്തിൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക.